ഹലോ സ്റ്റുഡൻസ്, വെൽക്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഫോർമുലേഷൻ ഓഫ് എ ലീനിയർ പ്രോഗ്രാം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ ഒരു 3 വീഡിയോ ഓൾറെഡി ഞാൻ നേരത്തെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടു നോക്കുക. അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ പ്രോബ്ലം കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് ആ ചോദ്യം ഒന്ന് വളരെ വൃത്തിയായി ക്ഷമയോടെ വായിക്കണം. ഈ പ്രോബ്ലം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫോർമുലേറ്റ് ദിസ് പ്രോബ്ലം ആസ് എ മാക്സിമൈസിങ് പ്രോബ്ലം. മാക്സിമൈസ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ചോദ്യം എന്ന് മനസ്സിലായി. ഈ ചോദ്യത്തിൽ there are 2 different products A and B making a profit of ₹40 and ₹30 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. സോ എന്താണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസ് ടു മാക്സിമൈസ് ഇല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തിനുള്ളതാണ്? ടു മാക്സിമൈസ് പ്രോഫിറ്റിനുള്ളതാണ്. എന്താണ് അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഇസെഡ്. സോ ഇസെഡ് മാക്സ്, ഇസെഡ് മാക്സിമൈസ് ഇസ് ഈക്വൽ ടു എന്താണ് നമ്മളുടെ തന്നേക്കുന്നത്? പ്രോഫിറ്റ് 40 എന്നും ₹30 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു അസംഷൻ നമ്മൾ എടുക്കാം. ലെറ്റ് us assume x1 is the number of units of product A. 2 പ്രൊഡക്ട്സ് ആണ്, പ്രൊഡക്റ്റ് എ ആൻഡ് ബി. അപ്പോൾ x1 is the number of units of product A produced and sold. x2 is the number of units of product B produced and sold. ഇത് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്ത് വെച്ചേക്കാണ്. x1 യൂണിറ്റ് ഓഫ് എയും x2 യൂണിറ്റ് ഓഫ് ബിയും ആണ് നമ്മൾ അവരുണ്ടാക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരിക്കും? മേക്കിംഗ് എ പ്രോഫിറ്റ് ഓഫ് ₹40 ഫോർ എ ആൻഡ് ₹30 ഫോർ ബി എന്നാണ്. അപ്പോൾ 40x1 പ്ലസ് 30x2 ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ കോയിൻ ചെയ്തു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കൺസ്ട്രെയിൻസ് ആണ്. നമുക്ക് ആദ്യം തന്നെ കൺസ്ട്രെയിൻസ് ഒന്ന് ഏകദേശം ഉണ്ടാക്കിയതിന് ശേഷം ഫൈനലി നമുക്ക് ഇങ്ങോട്ട് എഴുതാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കൺസ്ട്രെയിൻസ് തന്നേക്കുന്നത്? They are produced in a common production process and are sold in 2 different market. 2 ഡിഫറെൻറ്റ് മാർക്കറ്റിൽ അവർ സെല്ല് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്താ പറയുന്നത്? പ്രൊഡക്ഷൻ പ്രോസസ് ഹാസ് എ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് 30,000 man hours. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ടൈം കൺസ്ട്രെയിൻ പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ ടൈം കൺസ്ട്രെയിൻ അല്ലേ? എന്താണ് പ്രൊഡക്ഷൻ ടൈം കൺസ്ട്രെയിൻ പറയുന്നത്? ഇറ്റ് ടേക്സ് 3 hours ടു പ്രൊഡ്യൂസ് യൂണിറ്റ് എ. അപ്പോൾ യൂണിറ്റ് എ, ഈച്ച് യൂണിറ്റ് ഓഫ് എ ടേക്സ് എത്ര നേരം പിടിക്കും? ഇസ് ഈക്വൽ ടു 3 hours. ശരിയല്ലേ? ഈച്ച് ടേക്സ് 3 hours ടു പ്രൊഡ്യൂസ് യൂണിറ്റ് എ ആൻഡ് 1 hour ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ബി. അപ്പോൾ ഈച്ച് യൂണിറ്റ് ഓഫ് ബി ടേക്സ് 1 hour. 1 മണിക്കൂർ എടുക്കും. ദ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് 30,000 man hours. അപ്പോൾ മാക്സിമം എത്ര എടുക്കും? ടോട്ടൽ അവൈലബിൾ മാൻ അവേഴ്സ് എത്രയാണ്? 30,000. സോ ടോട്ടൽ അവൈലബിൾ man hours എത്രയാണ് ടോട്ടൽ അവൈലബിൾ മാൻ അവേഴ്സ്? 30,000. 30,000 ആണ് ടോട്ടൽ അവൈലബിൾ മാൻ അവേഴ്സ്. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് നമ്മളുടെ കൺസ്ട്രെയിൻസ് എഴുതാം. 3x1 അല്ലേ? എന്താണ് 3x1? ഈച്ച് ഹവേഴ്സ് 3x1 പ്ലസ് x2 ഇസ് ലെസ് ദാൻ 30,000 ഇല്ലേ? നമ്മളുടെ കൺസ്ട്രെയിൻ ഇങ്ങനെയാണ്. 3x1 പ്ലസ് x2, ഈച്ച് യൂണിറ്റ് ഓഫ് ബി ടേക്സ് 1 hour പ്ലസ് x2. ടോട്ടൽ 30,000 ഉള്ളപ്പോൾ 30,000-നേക്കാളും കുറവായിരിക്കണം, ലെസ് ദാൻ 30,000. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കൺസ്ട്രെയിൻ. അപ്പോൾ കൺസ്ട്രെയിൻസ്, സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ്.
എന്തൊക്കെയാണ് ഫസ്റ്റ് കൺസ്ട്രെയിൻ? 3x1 പ്ലസ് x2 ലെസ്സർ ദാൻ ഓർ ഈക്വൽ ടു 30,000. ഇനി വല്ല കൺസ്ട്രെയിൻസ് പറഞ്ഞിട്ടുണ്ടോ? The maximum number of unit A that can be sold is 8,000. Maximum number of unit A that can be sold is 8,000 എന്ന് പറഞ്ഞാൽ അതൊരു മാർക്കറ്റ് ഡിമാൻഡ് കൺസ്ട്രെയിൻ ആണ്. ഇത് പ്രൊഡക്റ്റ് ടൈം കൺസ്ട്രെയിൻ ആണ്. അടുത്തത് മാർക്കറ്റ് ഡിമാൻഡ് കൺസ്ട്രെയിൻ ആണ്. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് കൺസ്ട്രെയിൻ? മാക്സിമം നമ്പർ ഓഫ് എ ദറ്റ് ക്യാൻ ബി സോൾഡ്. The maximum number of A that can be sold is 8,000. Maximum number of A that can be sold. എത്രയാണ് A സെല് ചെയ്യുന്നത്? ദാറ്റ് ഇസ് 8,000. 8,000 എന്നാണ് പറയുന്നത്. 8,000. B എത്ര എണ്ണം വിൽക്കാൻ പറ്റും? 12,000. 12,000 യൂണിറ്റ്സ്. അപ്പോൾ മാക്സിമം number of B that can be sold 12,000. അപ്പോൾ നമുക്ക് അടുത്ത കൺസ്ട്രെയിൻ ലഭിച്ചു. എന്താണ് അപ്പോൾ അടുത്ത കൺസ്ട്രെയിൻ? x1 ലെസ് ദാൻ 8,000, x2 ലെസ് ദാൻ 12,000. പിന്നെ നമുക്കൊരു നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ എഴുതണം. x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിനെ വിളിക്കുന്നതാണ് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ. ഇതിങ്ങനെ എഴുതി വെക്കണമെന്നില്ല, പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ഉത്തരം പൂർണ്ണമായി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അസ്യൂം ചെയ്തു x1, x2 ദ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എയും പ്രൊഡക്റ്റ് ബി ആണെന്ന് പറഞ്ഞു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസിങ് പ്രോഫിറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ 40x1 പ്ലസ് 30x2 എന്നുള്ളതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇസെഡ് മാക്സ്. മൂന്ന് കൺസ്ട്രെയിൻസ് ഉണ്ട്. 3x1 പ്ലസ് x2 ലെസ് ദാൻ 30, x1 ലെസ് ദാൻ 8,000, x2 ലെസ് ദാൻ 12,000, x1, x2 ഇസ് ഗ്രേറ്റർ ദാൻ 0 നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു LPP ഫോർമുലേഷൻ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കുക, എളുപ്പമാണ്. താങ്ക് യു വെരി മച്ച്.